ഹബീബ് റഹ്മാൻ, നമസ്കാരം. നമസ്കാരം. നമ്മളൊരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ മുമ്പ്? ഏകദേശം എത്ര കാലമായി? ഒരു വർഷം. ഓക്കെ, ഏകദേശം ഒരു വർഷം മുമ്പ് ഒരു ബജാജ് ചേതക്കിൻ്റെ റിവ്യൂ, കസ്റ്റമർ റിവ്യൂ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. ആ സമയത്ത് ഹബീബ് റഹ്മാൻ്റെ, അതായത് കോഴിക്കോടല്ലേ നിങ്ങൾ വീട്? കറക്റ്റ്. എവിടെ നിന്നായിരുന്നു വണ്ടി എടുത്തത്? ചേതക്ക് എടുത്തത് KVR അല്ലേ? അപ്പോൾ അവിടുന്ന് വണ്ടി എടുത്തിട്ട് നമ്മളൊരു റിവ്യൂ 2 തവണ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ല അഭിപ്രായമാണ് ഹബീബ് റഹ്മാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു 2 ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എത്ര കിലോമീറ്റർ ഓടി നിങ്ങൾ? 5700 കിലോമീറ്റർ ഓടിയല്ലേ? അപ്പം 5 മാസം കൊണ്ട് ഇത്രയും കിലോമീറ്റർ ഓടിയിട്ട് നിങ്ങളുടെ വണ്ടി എടുത്ത എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റും? എങ്ങനെയുണ്ട് വണ്ടി കാര്യങ്ങളൊക്കെ? വണ്ടി നല്ല വണ്ടിയാണ്. 3.25 മണിക്കൂർ ഫുൾ ചാർജ് ചെയ്യാൻ. പിന്നെ 95 to 110 കിലോമീറ്റർ വരെ കിട്ടും. വേറെ മെയിൻ്റനൻസ് ബാക്കി കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നല്ല സർവീസാണ്. അപ്പോൾ നിങ്ങൾ ഹാപ്പിയാണ്. പക്ഷേ അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞിട്ട് ഇദ്ദേഹം എന്നെ വിളിച്ചിരിക്കുകയാണ്. എന്താ പറയാനുള്ളതെന്ന് എനിക്കറിയില്ല, നമുക്കൊന്ന് കേട്ട് നോക്കാം. നിങ്ങൾ ബജാജ് ചേതക്ക് വണ്ടി ഏത് മോഡലാണ്? 2413 പഴയ പ്രീമിയം. അത് ഏത് വർഷം എടുത്തത്? 2022 മാസം നവംബർ. 19 മാസമായിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് 2 കൊല്ലമാവാൻ പോകുന്നില്ലേ? നിങ്ങളിപ്പോൾ ഏകദേശം എത്ര കിലോമീറ്റർ ഓടി? ഞാൻ അതിൽ 4-5 മാസം പല പ്രാവശ്യം കംപ്ലൈൻ്റ് ആയിട്ട് വർക്ക്ഷോപ്പിൽ വെച്ചിട്ടുണ്ട്. ഏകദേശം 6 മാസം. അപ്പോൾ കുറച്ച് പേര് ഓടിയിരുന്നു. ടോട്ടൽ 28,000 ഓടി. 28,000 കിലോമീറ്റർ ഇതുവരെ ഓടിയില്ലേ? അത് നിങ്ങൾ എത്രയും പേ ചെയ്ത വണ്ടിക്ക്? 1.70 പ്ലസ് സബ്സിഡി 44,000 വിട്ടേക്ക്. അപ്പോൾ 2 ലക്ഷത്തിൻ്റെ മുകളിൽ പോകും അല്ലേ? പിന്നെ എക്സ്റ്റൻഡഡ് വാറണ്ടി 7,000. എക്സ്റ്റൻഡഡ് വാറണ്ടി ഇല്ലാണ്ട് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് 1,70,000 രൂപ അല്ലേ? അതെ. അതേപോലെ വണ്ടി വാങ്ങുമ്പോൾ നിങ്ങൾ റേഞ്ച് എത്രയായിരുന്നു ശരിക്കും? വണ്ടി വാങ്ങുന്ന സമയത്ത് 90 to 95 മുതൽ 110 വരെ കിട്ടിയിരുന്നു. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്? ഇപ്പോൾ ഏകദേശം 2 കൊല്ലമായില്ലേ? ഇപ്പം എത്ര കിട്ടുന്നുണ്ട്? ഇപ്പോൾ 68 വരെ ആയിരുന്നു. ഇപ്പോൾ 75, 76 നന്നായിട്ട് കുറഞ്ഞില്ലേ? 75 തന്നെ പറയാം. നമ്മളെ ഈ ചേതക് എന്ന് പറയുന്നത് പിന്നെ ഇലക്ട്രിക് ബൈക്ക്, ഈ ബജാജ് ചേതക് അല്ല. അത് ചേതക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് അത് വേറെ തന്നെയാണ്, അവിടെ തന്നെ ആണെങ്കിലും ഇത് പഴയ ബജാജ് ചേതക് അല്ല. പഴയതിൻ്റെ മുകളിൽ ബജാജ് ചേതക് എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അതായത് പെട്രോൾ വണ്ടിയുടെ മുകളിൽ ബജാജ് ചേതക് എന്ന് തന്നെ എഴുതിയിട്ടുണ്ട് സിൽവറിൽ. അതായത് ചേതക്കിന്റെ ലോഗോ ഉണ്ട്, ബജാജിന്റെ ലോഗോ ഉണ്ട്. ഇത് ചേതക് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ബജാജിന്റെ ലോഗോ ഒന്നും ഇതിൽ ഇല്ല, കണ്ടിട്ടില്ല. വണ്ടി പിന്നെ നമ്മൾ പഴയ ബജാജിന്റെ ആ ചേതക് എന്നുള്ള നിലയിലാണ് നമ്മളത് എടുക്കുന്നത്. അപ്പോൾ ആദ്യവും നല്ല അഭിപ്രായമായിരുന്നു, നല്ല വണ്ടിയായിരുന്നു. ഫുള്ള് മെറ്റൽ ബോഡി സംഭവം ഓക്കെയാണ്. പക്ഷേ സർവീസിലെത്തിയപ്പോഴാണ് പ്രശ്നങ്ങൾ തുടക്കം. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു നോർമൽ 1000 കിലോമീറ്ററിൽ. പിന്നീട് അതിൻ്റെ ഭാഗമായിട്ട് ഇവർ സോഫ്റ്റ്വെയർ ഫസ്റ്റ് അപ്ഡേറ്റ് ചെയ്തപ്പോൾ VCU എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട്, വോൾട്ടേജ് കൺട്രോളിങ് യൂണിറ്റ്. നമ്മളെ ഫ്രണ്ടിലെ മീറ്റർ അതിൻ്റെ ഇത് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് അവർ അപ്ഡേഷനിൽ പോയി കഴിഞ്ഞപ്പോൾ ഇവർക്ക് സ്പെയർ അവൈലബിലിറ്റി അന്നും ഇല്ല. അത് 2022 പിന്നെ ഇന്നും സ്പെയർ തീരെ സ്റ്റോക്ക് കിട്ടാനില്ല. അപ്പോൾ അത് പോയി. പിന്നെ നമ്മൾ സാധാ ഒരു സ്പെയർ മാതിരി കാത്തിരുന്നു. 17 ദിവസത്തിന് ശേഷമാണ് എനിക്ക് വണ്ടി അവർ ചെയ്ത് തരുന്നത്. അത് തന്നെ അവസാനം ഞാനത് അവരോട് ദേഷ്യം പിടിച്ചതിന് ശേഷമാണ് എനിക്ക് ആ 17 ദിവസത്തിന് ശേഷം വണ്ടി തരുന്നത്. ഞാൻ അന്നേരം ഒരു ലെറ്റർ എഴുതി വാങ്ങുകയും ചെയ്ത്, ഇന്ന കാരണം കൊണ്ടാണ് വണ്ടി ചെയ്തതെന്നുള്ളത്. പിന്നീട് വണ്ടി കുഴപ്പമൊന്നുമില്ലാതെ വർക്ക് ചെയ്തെങ്കിലും ഏതാനും മാസം, ഒരു 4-5 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ വീണ്ടും പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. പിന്നെ റേഞ്ച് ഇഷ്യൂ വരാൻ തുടങ്ങി, പിന്നെ ചാർജിങ്ങിൽ ഇഷ്യൂ വരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഓരോ കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ, സെയിൽസും സർവീസും വളരെ അത്ര ഇതല്ല. ഫോൺ എടുക്കില്ല, ഫോൺ തിരിച്ച് വിളിക്കാന്ന് പറഞ്ഞാൽ വിളിക്കില്ല. പിന്നെ ഇതാണ് അവിടുത്തെ ഒരു സ്ഥിതി. ചാർജിങ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ഉണ്ട്, OBC എന്ന് പറഞ്ഞിട്ട്, ഓൺ ബോർഡ് ചാർജർ. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പോയപ്പോൾ ഇതേപോലെ തന്നെ ലേറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞു. അത് മാത്രമല്ല, അവരെ ഹെഡ് ഓഫീസ് പോയി മാനേജേഴ്സിനെ കണ്ടു, എനിക്ക് എന്തായാലും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അത് താൽക്കാലികമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. അതിനുശേഷം മാറ്റി തന്നു. അതും ഇതേമാതിരി കുറച്ച് ഡിലേ വന്നു. ഈ ഒരു പാർട്ട് പോയി കഴിഞ്ഞാൽ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച എന്തായാലും എടുക്കും നോർമലി.
പക്ഷേ പിന്നീട് നമ്മുടെ പബ്ലിക് ചാർജിങ്ങിൽ സപ്പോർട്ട് ചെയ്യാത്തൊരു പ്രശ്നം വന്നു. അതിലാണ് ഞാൻ അവരുമായിട്ട് ഇത് ചെയ്യുന്നത്, ഇത് എർത്ത് ഇല്ല എന്നുള്ളത് പറയുന്നത്. ഈ KE മാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആപ്ലിക്കേഷനിൽ അവർ KCB കൊടുത്ത കമ്പനിയാണ്. അപ്പോൾ അവർ ആണത് ചെയ്യുന്നത്. ഈ ചാർജിങ് മോഡിൻ്റെ സെയിം ടീം തന്നെയാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഈ വണ്ടിക്ക് മാത്രമേ ആ പ്രശ്നമുള്ളൂ, 2 വീലറിൽ. പിന്നെ ബ്രാൻഡഡ് അല്ലാത്ത 1-2 കമ്പനി കൂടി ഉണ്ട്. അതാണ് അതിൽ ഞാൻ കുറച്ച് നിരന്തരം അവിടെ കയറി ഇറങ്ങേണ്ടി വന്നു. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അവരെന്തോ ചെയ്തത് കൊണ്ടാണോ എന്ന് അവർ വ്യക്തമായിട്ട് ഒരു കാര്യം അവർ സത്യമായിട്ട് നമ്മളോട് പറയില്ല. അതാണ് മെയിൻ പ്രശ്നം. വണ്ടിക്ക് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ വണ്ടി ശരിയാക്കി എന്നേ അവർ പറയും. ഇന്ന കാരണമായിരുന്നു, ഇന്ന കാര്യം ചെയ്തു എന്ന് അവർ പറയില്ല. ഈ റേഞ്ച് ഇഷ്യൂ വന്നതിന് ശേഷം അവർ നിരന്തരം ഇപ്പോൾ അവരുടെ സിസ്റ്റത്തിൽ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഞാൻ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്ത് 2023 മെയ് മാസമാണ് എന്നാണ് അവർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. റേഞ്ച് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് നമുക്ക് അവർ ഒഫീഷ്യലി അവർ നമ്മളെ കസ്റ്റമറോട് പറയുന്നതല്ല, ഒരു ഓതറൈസ്ഡ് അതോറിറ്റിയോട് അവരുടെ സെയിൽസിലുള്ള ടീം പറഞ്ഞത് നമ്മുടെ പഴയ പ്രീമിയത്തിന് 108 വരെ കിട്ടുമെന്നാണ് അവരുടെ ഒരു പറഞ്ഞത്. പക്ഷെ നമ്മളത് ചോദിക്കുമ്പോൾ അവർ 90 പറയുക. പക്ഷെ എൻ്റെ വണ്ടി ഒരു 68-70 കുറഞ്ഞു പോയി. അങ്ങനെ ഇവർ സർവീസ് ടീം ഒരു സമയത്തും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അങ്ങനെ കുറഞ്ഞിട്ടുണ്ട് എന്നും അതല്ല ഈ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതും അവർ സമ്മതിക്കുന്നില്ല. അവർ പറയുന്ന ഒന്നുമില്ല, ഞങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയും. പക്ഷേ ഒരു സമയത്ത് അതിൻ്റെ ഒരു മാനേജർ അതിന് ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് സമ്മതിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് VCU മാറ്റുകയും ചെയ്തു. വീണ്ടും അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും അവിടെ വെച്ചു. ഞാൻ ഈ വണ്ടി വെക്കുന്ന സമയത്ത് അവരോട് സാധാരണത്തെ പോലെ തിരക്ക് കൂട്ടാതെ അവർ ഇത്ര ദിവസം വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാറുണ്ട്. പക്ഷേ അവർ അത് കാര്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ കമ്പനി സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ടാണോ ചേതക്കിൻ്റെ സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ടാണോ അറിയില്ല. പക്ഷേ നമുക്ക് അത് അവിടുത്തെ എംപ്ലോയീസിനെ അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവർക്ക് പരിമിതികളുണ്ടാവാം. പക്ഷേ നമുക്ക് ഈ സർവീസ് കിട്ടുന്നില്ല. പിന്നെ അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇടക്കാലത്ത് മാർച്ച് മാസം 1-ാം തീയതി എൻ്റെ വണ്ടിയുടെ ബാക്ക് ടയർ തീർന്നപ്പം മാറ്റിയിരുന്നു. അപ്പോൾ അവരുടെ ഒരു ബ്രാൻഡ് ഞാൻ പറയുന്നില്ല, ആ ബ്രാൻഡ് തന്നെ ഇടണോ? ഞാൻ ഇട്ടിരിക്കുന്നത് മിഷ്ലിൻ എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പോൾ അത് പറ്റില്ല, ആ ടയർ ഇട്ട് കഴിഞ്ഞാൽ റെഡിയാവും. പക്ഷേ നിങ്ങളുടെ ടയറിലും നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട് എന്നവർ പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ട് അവർ ആ ടയർ ഇട്ടു. ഞാൻ പറഞ്ഞു ആ ടയറിൽ ഞാൻ ഓടിക്കില്ല. പിന്നീട് ഫ്രണ്ട് ടയർ ഞാൻ മാറ്റേണ്ട ഒരു ടൈം വന്നു. അപ്പോൾ അവർ പറഞ്ഞു അവരെ പറഞ്ഞ ബ്രാൻഡ് തന്നെ ഇടണമെന്ന്. പക്ഷേ അത് ഞാനതിന് തയ്യാറായി, പക്ഷെ ഞാൻ അവിടെ നിന്ന് ചെയ്തില്ല. നമ്മുടെ ഈ സർവീസ് സെൻറ്ററും ഔട്ട്സൈഡുമായിട്ട് മാറ്റുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 400 to 500 ഡിഫറൻസ് ഞാൻ അവിടെ കാണുന്നുണ്ട് എമൗണ്ടിൽ. അതെന്തുകൊണ്ട് അത്ര വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സെയിം ബ്രാൻഡ് സെയിം നമ്പർ എല്ലാം ആയാലും. പക്ഷേ അതിന് ഇവർ പറയുന്ന ബ്രാൻഡിന് ലൈഫ് കുറച്ച് കുറവാണ് നമ്മളുടെ ഒരു ഇത് വെച്ചിട്ട്. അതേപോലെ ഈ ബ്രേക്ക് ഷൂ ഒക്കെ മാറ്റുകയാണെങ്കിൽ അവർക്ക് 650 രൂപ ചാർജ് വരുന്നുണ്ട്. ടയറിന് അവർക്ക് 2050 വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് നേരെ പുറത്തുനിന്ന് ബ്രേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 300 ഉള്ളിൽ ഒതുങ്ങും എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അതേ ടയർ മാറ്റുകയാണെങ്കിൽ 1500 to 1600 പരമാവധി. 1500 തന്നെ ചെയ്ത് കിട്ടും, എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ ആ പാർട്ട് മൊത്തം മാറ്റുക ചെയ്യുക, റിപ്പയറിംഗ് ഇല്ല. അതവർക്ക് ഭയങ്കര ലാഭമാണ്. അവർ പറയുന്നത് ഞങ്ങൾക്ക് പെയിൻറ്റിങ് ഇതില്ല എന്നാണ്. അവർക്ക് പെയിൻറ്റിങ് സ്വന്തമായിട്ടില്ല, എയർ ചെക്കിങ് സ്വന്തമായിട്ടില്ല. അതിനൊക്കെ അവർ പറയുക ഞങ്ങൾ പുതിയ കമ്പനിയാണ്, കാരണം പുതിയ വണ്ടിയല്ലേ, ഞങ്ങൾക്ക് പരിമിതികളുണ്ട്, ഞങ്ങളുടെ ലൊക്കേഷൻ ഇവിടെയുള്ള സർവീസ് സെൻറ്ററിലെ സൗകര്യം കുറവാണ്, അല്ലെങ്കിൽ എംപ്ലോയീസ് കുറവാണ്, ഞങ്ങൾ മനഃപൂർവ്വം കസ്റ്റമറോട് ചെയ്യുന്നതല്ല. ഈ കാര്യങ്ങളൊക്കെയാണ് അവർ പറയാം. ഇപ്പം കറൻ്റിലി ഞാനത് ഇപ്പോൾ ഏകദേശം 37 ദിവസമായെങ്കിലും ഞാനത് ഇനിയിപ്പോൾ ഒരു കംപ്ലൈൻ്റ് ആയിട്ട്
നമ്മുടെ കൺസ്യൂമർ കോർട്ട് മാതിരിയുള്ള ഒരു കംപ്ലൈൻ്റ് ആയിട്ട് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് ഒരു രക്ഷയില്ല. കാരണം അവർ നമ്മളെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. ഇപ്പോൾ പുതിയതായിട്ട് ഒരു ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ബജാജിൻ്റെ ഒരു ചേതക്കിൻ്റെ ഒരു വണ്ടി 3301 അങ്ങനെ എന്തോ ഒരു നമ്പറാണ്. അതിന് വരെ വരുന്നത് 1,47,000 എക്സ് ഷോറൂം പ്രൈസ്. നമ്മൾ വണ്ടി എടുത്ത സമയത്ത് അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് 1,57,000 പ്ലസ് അതർ ഏതെങ്കിലും 170 വരും. അതിന് പുറമെ 50,000 രൂപയുടെ അടുത്ത് സബ്സിഡിയും കൂടി വാങ്ങിയിട്ടാണ് അവർ നമുക്ക് വണ്ടി തന്നിരിക്കുന്നത്. പഴയ പ്രീമിയത്തിൻ്റെ ആ ഒരു സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ 2901 അല്ലേ ബേസിക് മോഡല്, അതിൻ്റെ ആ ഒരു മോഡലിലേ ഉള്ളൂ അത്. പക്ഷേ കുറച്ച് ഓപ്ഷൻസ് കൂടുതലുണ്ടെങ്കിലും മീറ്റർ എങ്ങനെയാണ്, ഇതാണ്, അങ്ങനെയാണ്, ഒക്കെയാണ്. പിന്നെ അതിന് ക്വാളിറ്റി ഉണ്ട് എന്ന് അതിന് ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കാത്ത ചില കാരണങ്ങളുണ്ട്. അതിൻ്റെ ഗ്ലാസ് മിററില്ലേ, മിററിൻ്റെ സൈഡ് ഇങ്ങനെ പൊളിഞ്ഞു പോകും. എനിക്ക് മാറ്റി തന്നിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞ് എനിക്കത് മാറ്റി തന്നെ. പക്ഷേ എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട് വണ്ടി അതിങ്ങനെ പൊളിഞ്ഞു പോകുന്നത്. പിന്നെ വണ്ടിയുടെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ അവർ ആ കംപ്ലൈൻറ്റ് അംഗീകരിക്കുന്നില്ല. ഒന്നുകിൽ കമ്പനി പറഞ്ഞിട്ടുണ്ടാവും അത് നിങ്ങൾ കംപ്ലൈൻറ്റ് അംഗീകരിച്ചാൽ സെയിൽസിനെ ബാധിക്കും, അതല്ല എങ്കിൽ ഡീലറിനുള്ള എങ്കിലും ഇതാണോ എന്ന് എനിക്കറിയാം. ഇപ്പം ലാസ്റ്റ് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഈ വണ്ടിക്ക് ഞാൻ അത് സർവീസ് ആ പ്രശ്നം കണ്ടുപിടിക്കുന്നവരെ ഞാൻ സമയം തരാം. പക്ഷേ എനിക്കതിന് നിങ്ങളുടെ ഡെമോ വണ്ടിയോ ഏതെങ്കിലും വണ്ടി അറേഞ്ച് ചെയ്ത് തരണം. അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ അവർ തീരെ നമ്മുടെ ഇത് പരിഗണിക്കില്ല. അപ്പം അത് സെയിൽസിലുള്ള ഒരു ഞാൻ മനസ്സിലാക്കുന്നത് സെയിൽസിലുള്ള ഏതോ ചില എംപ്ലോയീസിൻ്റെ ഒരു എതിർപ്പ് കൊണ്ടാണ് അത് നടക്കാതെ പോകുന്നത്. അപ്പോൾ എനിക്കത് ഞാൻ വണ്ടി എടുക്കില്ല എന്നല്ല, ഞാനൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ വണ്ടി എടുക്കും. പക്ഷേ എനിക്ക് എൻ്റെ വണ്ടിയുടെ പ്രശ്നം തീർന്നിട്ടില്ല. ഞാൻ അവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു 10 ദിവസം മുന്നേ, വണ്ടി എനിക്ക് ആവശ്യമില്ല, ഇത് പ്രശ്നം പരിഹരിക്കാതെ എന്ന്. അതിന് പോലും റിപ്ലൈ ചെയ്യാൻ ഒഫീഷ്യലി റിപ്ലൈ ചെയ്യാൻ തയ്യാറല്ല. നമ്മളവിടെ പോയി നിൽക്കുക, അവർ നമ്മളെ മൈൻഡ് ചെയ്യൂല. കുറേ ചോദിച്ചാൽ നമ്മളോട് സംസാരിക്കുക എന്നല്ലാതെ അവർ മൈൻഡ് ചെയ്യൂല. ഇനി പുതിയത് വണ്ടി എടുക്കുന്ന ആളുകൾ ഈ ആദ്യം സർവീസ് സെൻറ്ററിൽ ഒന്ന് ചെക്ക് ചെയ്യണം. സർവീസ് സെൻറ്ററിൽ 2 ദിവസം കണ്ടിട്ടേ വണ്ടി എടുക്കാൻ പാടുള്ളൂ. സെയിൽസിൻ്റെ സപ്പോർട്ട് പോലും വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം അവർ സപ്പോർട്ട് ചെയ്യില്ല. ശരിക്കും സെയിൽസാണ് ഈ മേജർ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ സെയിൽസ് പറയണം കമ്പനിനോട്. ഞാൻ അവരോട് പറഞ്ഞു, സെയിൽസ് പറയണം കമ്പനിനോട് അത് ഈ ഒരു കാര്യത്തിൽ ആ കസ്റ്റമർ അത് ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ പേയ്മെൻറ്റ് വരെ ഞങ്ങൾ പിടിച്ചു വെക്കുമെന്ന് പറയണം. പിന്നെ വേറെ ഒരു കാര്യവും കൂടി ഉണ്ട്. ഞാൻ നവംബറിലാണ് വണ്ടി എടുക്കുന്നത്, 2022. അപ്പോൾ എനിക്ക് ചെറിയ ബാറ്ററിക്ക് ഓക്സിലറി ബാറ്ററി എന്നാണ് പറയുക. ആ ചെറിയ ബാറ്ററി ഡൗണായി ഏകദേശം ഒരു 15-16 മാസം 17 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ ഓണാവില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്കത് മാറ്റണോ. അപ്പോൾ അവർ പറഞ്ഞു മാറ്റാമെന്ന് പറഞ്ഞു. അവർ അയച്ച് നോക്കി എന്നോട് പറഞ്ഞു ഇതിൻ്റെ വാറൻറ്റി കഴിഞ്ഞു പോയി, നിങ്ങൾക്ക് വാറൻറ്റി കിട്ടില്ല, പൈസ കൊടുക്കണമെന്ന്. അവർ എക്സൈഡുമായിട്ട് ടൈപ്പാണ്. അപ്പോൾ അവർക്ക് നമ്മൾ കസ്റ്റമർ എന്നുള്ള നിലയിൽ അവർ 1,300 അങ്ങനെ എന്തോ പേ ചെയ്യണം. അപ്പോൾ നോക്കുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ ബാറ്ററി ഞാൻ ഫോട്ടോ വരെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ നവംബറിൽ എടുത്തതാണെങ്കിൽ ജൂലൈ ആണ് അതിൽ ഡേറ്റ് ഇട്ടിരിക്കുന്നത്. അതായത് 2022 ജൂലൈ, 4 മാസം മുന്നേ ഉള്ളതാണ്. അപ്പോൾ അവർ പറയുന്നത് അത് വാറൻറ്റി കഴിഞ്ഞു പോയി. അപ്പോൾ ഞാൻ അവരോട് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മാറ്റി തന്നു. പക്ഷേ നോർമൽ ഒരു കസ്റ്റമർ ഒന്നും പറയാത്ത ഒരു വളരെ നല്ല നിലയിൽ അവർ പറയുകയാണെങ്കിൽ 1,300 കൊടുത്താലേ അവർ മാറ്റി തരുള്ളൂ. അപ്പം ഇത് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള പരിപാടി തന്നെയാണ്. ഞാൻ അവരോട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പരമാവധി ഇന്നും ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെൻ്റെ പ്രശ്നം പരിഹരിച്ച് തരികയാണെങ്കിൽ നമുക്കത് അങ്ങ് നിർത്താം. പക്ഷേ അവരതിന് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞ് നമുക്ക് നോക്കാം എന്നുള്ളൊരു രീതിയിലാണ് അവർ പറയുക, പക്ഷെ ഒന്നും ചെയ്യില്ല. പിന്നെ വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗിയർ വണ്ടി ന്യൂട്രൽ ആയാലുള്ള ഒരു എഫക്റ്റ് ഇല്ല, അതേമാതിരി ഒരു നിപ്പ. പിന്നീട് അത് കൊടുത്തു കഴിഞ്ഞാൽ 2 സെക്കൻഡ് കഴിഞ്ഞിട്ടേ മൂവ് ആവുള്ളൂ. നമ്മൾ കറക്റ്റ് ഓവർടേക്കിംഗ് ചെയ്യാനുള്ളൊരു ടൈമിങ് നോക്കിയാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. വണ്ടി ടോട്ടലി നല്ലതായിരുന്നെങ്കിലും ചില കാരണങ്ങൾ കൊണ്ട് സ്പെയർ പാർട്സ് അവൈലബിലിറ്റി, പിന്നെ കംപ്ലൈൻറ്റ് സോൾവിങ്, ഇതിലും സർവീസ് സെൻറ്ററുമായിട്ടുള്ള പ്രശ്നം കൊണ്ടാണ് ഇത് ഇങ്ങനെ ആവുന്നത്.
ഇവർ പല കസ്റ്റമേഴ്സ് പരാതി പറയാൻ തയ്യാറാവുന്നില്ല. ഇവർക്ക് ലൈവായിട്ട് കാണണം എന്ത് സംഭവിച്ചാലും. അത് നമ്മളെങ്ങനെ കാണിച്ചു കൊടുക്കുക? എൻ്റെ വണ്ടിക്ക് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചാർജിങ് അങ്ങ് ഡിമ്മാവും. ഒരു 80 ഉണ്ട് എങ്കിൽ ഒരു 3-4 കിലോമീറ്റർ പെട്ടെന്ന് 60ലേക്ക് അങ്ങ് പോകും. പിന്നെ ഓൺ ചെയ്ത് 66 വരുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് വീഡിയോ ആയിട്ട് എടുത്ത് കാണിച്ചു കൊടുക്കുക? നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അവർ മൈലേജ് കൂട്ടി വെച്ച് നമുക്ക് തരും. പിന്നെ ഒരു കാര്യവും കൂടി ഉള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്ലൈമറ്റ് ചൂടാവുന്ന സമയത്ത് ഇവർ ചേതക്കിൻ്റെ കൺട്രോൾ റൂമിൽ നിന്ന് നമ്മുടെ വണ്ടിയുടെ ഫാന് കൺട്രോൾ ചെയ്ത് ടൈമിങ് കൂട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ഡൗട്ടുള്ളത്, ഇവർ സിസ്റ്റം കണക്ട് ചെയ്യാതെ അവർക്ക് കൺട്രോൾ റൂമിൽ നിന്ന് നമ്മളെ വണ്ടിയുടെ മൈലേജ് കുറച്ച് വെക്കാനും കൂട്ടി വെക്കാനും ബാറ്ററി ലൈഫ് കൂട്ടാനേ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ മറ്റേത് അവരെന്നോട് പറഞ്ഞതാണ്, ഫാനിന്റെ സ്പീഡ് കൂട്ടി വെച്ചതാണ്, അവര് സെൻട്രലിൽ കൂട്ടിയതാണ് എന്നാണ് പറഞ്ഞത്. അത് സർവീസ് സെന്ററിൽ പോകാതെ കൂട്ടണമെങ്കിൽ അവർക്ക് കഴിയണമല്ലോ. അപ്പൊ ഈ VCU വഴി അവർക്ക് എന്തോ ഒരു കണക്ഷൻ ഇതിലുണ്ട്. എന്താണ് അത് എന്ന് നമുക്ക് ടെക്നിക്കൽ സൈഡ് അറിയില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ റേഞ്ച് കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് മൈലേജ്, അത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ? അതെനിക്ക് ഞാൻ പല പ്രാവശ്യം റേഞ്ച് കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ 98 ആക്കി തന്നവർ. ഒരു പ്രാവശ്യമല്ല, ഒന്ന് കൂടുതൽ പ്രാവശ്യം. അങ്ങനെ ഞാൻ ഒരു 6 കിലോമീറ്റർ ഓടിയപ്പോൾ പെട്ടെന്ന് 80ലേക്ക് പോയി. അപ്പം തന്നെ ഞാൻ അവർക്ക് വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തു, 80 പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഓഫ് ചെയ്തപ്പോൾ ഓണാക്കിയപ്പോൾ 86 അറ്റം വന്നു. അപ്പോൾ അവർ പറഞ്ഞ് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ശരിയാവും, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന്. പക്ഷേ വേറെ കാര്യമുണ്ട്, നമ്മളിപ്പം ഇത് ഡിസ്പ്ലേയിൽ നോക്കിയിട്ട് അതിൽ കാണിക്കുന്ന കിലോമീറ്റർ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലം വരെ നമുക്ക് എത്ര കിലോമീറ്ററാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഓടിച്ചു നോക്കണം. അത് അതിൽ തന്നെ SOS എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് SOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിന്റെ ടോട്ടൽ പവർ 100 ആക്കി വെച്ചാൽ ഈ മീറ്ററിൽ കാണുന്ന ഏകദേശമാണ്. പക്ഷെ അതിൽ നമുക്ക് പിന്നെ നമുക്ക് ഓടുന്ന കിലോമീറ്റർ എത്രയാണെന്ന് അതിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. 0 ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം എത്ര ഓടും എന്ന് നമുക്ക് നോക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അത് ഓടി കഴിയുന്ന സമയത്ത് ഈ കുറഞ്ഞു വരുന്നില്ലേ, പെട്ടെന്ന് ബ്ലിങ്ക് ആയി പോകുന്നില്ലേ, അത് കൂട്ടില്ല. അല്ലാതെ നമുക്ക് ടോട്ടലി നോക്കുമ്പോൾ ഏകദേശം ഒരു ഏവറേജ് റെഡി ആയിരിക്കും അത്. അപ്പോൾ ഹബീബ് ബ്രോ, എന്തായാലും നിങ്ങളെ വാല്യുബിൾ സമയം തന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. കാണാം. ഓക്കെ.